ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിങ്ങനെ എന്ത് വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് മനസ്സിലേക്ക് വന്നൊരു കാര്യം, നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസൊക്കെ വെക്കുന്ന സമയത്ത് മറ്റ് കുറച്ച് പേരൊക്കെ ഞാൻ ചോദിച്ചിരുന്നു, എങ്ങനെ നീ കൺട്രോൾ ചെയ്യുന്നത്? ഏട്ടൻ വലിയ കുഴപ്പമില്ല അല്ലേ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ആയി പോണതാവില്ലേ, വട്ട് പിടിക്കില്ലേ മൂന്നാളും കൂടി കരയുമ്പോൾ, എങ്ങനെ മാനേജ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. അതുപോലെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ. മക്കളായ ശേഷം നമുക്ക് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചാണ് വീഡിയോയിൽ പറയണത്. അപ്പം പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് അത് കുറച്ച് ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവം കുറച്ച് വളർന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് നമുക്ക് മാനസികമായിട്ട് പറ്റ ഡൗൺ ആയി പോണ ഒരു കാര്യമാണ്. അപ്പോഴാണ് നമുക്ക് മക്കളോട് പോലും സ്നേഹമില്ലാത്തൊരവസ്ഥ എത്തുക. അതിന് മെയിൻ പ്രശ്നം വേറെ ഒന്നുമല്ല, നമുക്ക് നാല് പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. പിന്നെ ഉള്ളത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, അതുപോലെ ഉള്ളത് പോസ്റ്റ് പാർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ തൊട്ടാലും പിടിച്ചാലും നമുക്ക് വിഷമം വരിക, അതുപോലെ ദേഷ്യം വരിക. എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമത്തിലിരിക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്ക് അതിന് ദേഷ്യം വരിക, അതൊക്കെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെയിം ഇതിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും, അതുപോലെ ഒന്നില്ലെങ്കിൽ ഇരുന്നിട്ട് കരയും. അങ്ങനത്തെ സന്ദർഭങ്ങൾ ഇഷ്ടം പോലെ മക്കളായ ശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോഡിയിൽ വെയിറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ ഫീഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ തന്നെ നമ്മുടെ മൂഡ് സ്വിങ്സിന് മെയിൻ കാരണം അതാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, മക്കൾ ഉണ്ടാവുന്നതോട് കൂടി നമ്മുടെ ലൈഫേ മാറുകയല്ലേ. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ അങ്ങനെ നടന്ന ഒരാൾ പെട്ടെന്ന് 3 കുട്ടികളാവുക പറയുമ്പോൾ അത് ഭയങ്കര ചേഞ്ച് തന്നെയാണ്, വലിയ ചേഞ്ചാണ് ജീവിതത്തിൽ ഉണ്ടായത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞൊരു 3 മാസം റെസ്റ്റ് എടുക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷനത്തെ ആൾക്കാർ പൊതുവേ ഫോണൊക്കെ തുറന്നു കഴിഞ്ഞാൽ എന്താ ഒരാഴ്ച അല്ലെങ്കിൽ പിറ്റത്തെ ദിവസം മുതൽ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് തുടങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണെന്നല്ല കേട്ടോ പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ആർക്കും റെസ്റ്റ് എടുക്കാനാണ് താല്പര്യമില്ല, എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഒരു ദിവസമെങ്കിലും കടന്നാൽ മതി എന്നുള്ളൊരാഗ്രഹം കൊണ്ടായിരുന്നു ഞാൻ നടന്നിരുന്നത്. എന്താ വെച്ചാൽ ഞാൻ മക്കളുണ്ട് അങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് ട്രിപ്ലറ്റ്സ് ആണെന്ന് അറിഞ്ഞത് മുതൽ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോഴൊക്കെ മനസ്സിലായി ഒന്ന് എണീറ്റ് നടക്കാൻ, ഞാൻ വരെ കണ്ണ് വെട്ടിച്ചിട്ടൊക്കെ എണീറ്റ് നടക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഡെലിവറി അപ്പം ഇവിടെ എല്ലാവരും പറയും, എന്താ പറയുക, അപ്പം ഇങ്ങനെ പറഞ്ഞോ ഡെലിവറി കഴിയട്ടെ അപ്പം എനിക്ക് മനസ്സിലാവും, എനിക്കൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ കൊതിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവിടെ ഉള്ളവർ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ സെയിം കാര്യമാണ് ലൈഫിൽ ഉണ്ടായത്. റെസ്റ്റ് എടുത്ത സമയത്ത് നടക്കാൻ കുതിച്ചായിരുന്നു, പക്ഷേ ഡെലിവറി കഴിഞ്ഞോടുകൂടി ഒന്ന് കടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നു. ഞാനൊന്ന് കിടക്കട്ടെ കുറച്ച് നേരം എന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഡെലിവറി കഴിഞ്ഞ 1 മാസം മക്കളെയും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ആ ഉണ്ടായ ഫസ്റ്റ് ഒരാഴ്ച എനിക്ക് പനി ആയതുകൊണ്ട് മാത്രം നമ്മൾ ഒരാഴ്ചത്തോളം ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങോട്ട് കഴിഞ്ഞോടുകൂടി കഴിഞ്ഞു. നമ്മുടെ ബെഡ് റെസ്റ്റ് എന്നുള്ള സംഭവമേ അവിടെ കഴിഞ്ഞു, കിടത്തം എന്നുള്ള സംഭവം അവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ മുതൽ നമ്മൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങി, അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലേക്കൊന്ന് എത്തിയാൽ മതി, ഒന്ന് കിടക്കാൻ സമാധാനത്തിൽ. വീട്ടിലേക്ക് എത്തിയപ്പോൾ പിന്നെ അത്രയും ഇല്ലാത്ത അവസ്ഥയായിട്ടോ. അപ്പം ഉറക്കം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ മെയിൻ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതില്ലാണ്ടാകുമ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം വരും അല്ലെങ്കിൽ സങ്കടം വരും, അത് അങ്ങനെ തന്നെയാണ്. ഒരു ദിവസമെങ്കിലും നമുക്കൊന്ന് കിടക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് തോന്നിപ്പോവും. എത്ര മക്കൾ, നമ്മുടെ സ്വന്തം മക്കളെന്ന് പറഞ്ഞാലും നമ്മൾ എത്ര നേരം ഉറക്കൊഴിച്ചിരിക്കും, അത് 1 ദിവസമല്ല 2 ദിവസമല്ല 3 ദിവസമല്ല, അങ്ങനെ ഫുൾ ടൈം അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ വിഷമം വരും, ചിലപ്പോൾ ദേഷ്യപ്പെടും നമ്മുടെ അടുത്തുള്ളവർക്ക്. മെയിനായിട്ട് വീട്ടിലേക്ക് വന്ന സമയത്ത് കുറച്ച് പ്രായമുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് പറയും പാല് കൊടുക്കുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അന്നത്തെ ഒരു അവസ്ഥ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താ, ഞാൻ ഇപ്പോൾ ഒരാളെ കരയാണ്, അവർക്ക് പാല് കൊടുക്കുക, അവനവിടെ കിടത്തുക. അപ്പോഴേക്കും അടുത്ത ആൾ കരഞ്ഞു, അവന് പാല് കൊടുക്കുക, അവിടെ കിടത്തുക. അപ്പോഴേക്കും അടുത്ത ആൾ എണീക്കുമ്പോഴേക്കും പിഴിഞ്ഞ് കുപ്പിയിലാക്കി വെക്കുക. അപ്പോൾ അതൊക്കെയായിരുന്നു അന്നത്തെ ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കിടക്കാൻ തീരെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ബോഡിയിലും ഭയങ്കര പ്രശ്നം. ഒന്നാമത്
ഇങ്ങനെ ഫുൾ ബെഡ് റെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് നടക്കാനുള്ള ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഡെലിവറി നമ്മൾ കിടക്കണം, അത് കഴിഞ്ഞ് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വരണ്ടേ, അതിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഒരാളെ കുറ്റം പറയാനും പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ഇവർക്കൊന്ന് പറഞ്ഞൂടെ എന്ന്, കുറച്ച് നേരം കിടന്നു എന്നുള്ളത് പറഞ്ഞൂടെ എന്ന് പല വട്ടം തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അവരെയും കൊണ്ടും കൺട്രോൾ ചെയ്യണതിനൊരു പരിധിയില്ലേ, മക്കളെ കരച്ചിലും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ നീക്കേണ്ടത് നമ്മൾ തന്നെ എണീക്കണം. എത്ര ആളുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അത് ഭയങ്കര ഒരു ഭാരമായിരുന്നു തലയിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലി മൊത്തത്തിൽ ഇല്ലാണ്ടായി പോണ ഒരവസ്ഥയല്ലേ അതായിരുന്നു. കാരണം ആരോടാ അപ്പം പറയുക. ഒന്നാമത് ഇപ്പം നമുക്ക് ഏട്ടനോട്, അതായത് എൻ്റെ ഹസ്ബൻഡിനോട് പറയാമെന്ന് വെച്ചാൽ, ഞാൻ ഡെലിവറി ആയിട്ട് ഹോസ്പിറ്റലിൽ ഒരു 1-2-3 മാസത്തോളം നമ്മൾ ഹോസ്പിറ്റലിൽ ഇരുന്നു. അപ്പം മൂപ്പർക്ക് പണിക്കും കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഫിനാൻഷ്യലി മൂപ്പര് മൊത്തത്തിൽ തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ആ സമയത്ത് ഞാൻ മൂപ്പരോട് പറയണത് എനിക്കൊന്ന് കടക്കണം, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് വരുന്നു, മക്കൾ കരച്ചിലാണ് എന്നൊക്കെയുള്ളത് നമുക്ക് പറയാം. അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ മൂപ്പർക്ക് അത് കേൾക്കുമ്പോൾ മൂപ്പർക്ക് എല്ലാം കൂടി വട്ടുപിടിക്കും. അപ്പോൾ പിന്നെ മൂപ്പരോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ തന്നെ, ഞാനിങ്ങനെ പിച്ചും പേയും പറയും അമ്മേനോടൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയും, അല്ലാണ്ട് ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. പിന്നെ നമ്മൾ മക്കളെ കാണിക്കണ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് മക്കളെ കാണിച്ച സമയത്ത് എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഉറങ്ങാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ റെസ്റ്റ് കിട്ടുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവർ വാശി പിടിച്ച് കരയുന്ന സമയത്ത് നമ്മളെങ്ങനെ ഉറങ്ങാൻ ചോദിച്ചപ്പോൾ അപ്പം തന്നെ ഒരു ശരീരം കണ്ടിട്ടാണെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറ്റാൻ ഇല്ലാണ്ടായ സമയമാണ്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ കൂടെ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു, ഏട്ടനും ഉണ്ടായിരുന്നു, അതായത് എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും ഉറങ്ങാനുള്ള ഒരു സമയം കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. കാരണം മക്കൾ വളരെയാണ്, നമ്മൾ അവരെ നോക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവണം, അല്ലാണ്ട് നമുക്ക് അവരെ നോക്കാൻ കഴിയില്ല, നമ്മൾ ആകെ ഡൗൺ ആയി പോവില്ല. അപ്പോൾ ഏട്ടനോടും അമ്മേനോടും പറഞ്ഞൊരു കാര്യം, ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിരിക്കും. അതായത് പകൽ, നമുക്ക് രാത്രി എന്തായാലും കിടക്കാൻ പറ്റില്ല. അപ്പോൾ പകൽ 1 മണിക്കൂർ ഒന്ന് മക്കളെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ മക്കളെ മാറ്റി മക്കളില്ലാത്ത റൂമിൽ 1 മണിക്കൂർ ഉറങ്ങിക്കോട്ടെ എന്നുള്ളത് പറയാനുള്ളൊരു സമയം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ട് വന്ന് ഒരാഴ്ചയും തികഞ്ഞില്ല തോന്നുന്നു. അങ്ങനെ 1 മണിക്കൂർ ഞാൻ കടന്നു. പക്ഷെ എന്നാലും നമുക്ക് കിടക്കപ്പുറത്ത് കിട്ടില്ല, ആ ഒരു അവസ്ഥയില്ല. അപ്പോൾ ഒരാഴ്ചത്തോളം അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോൾ അത് പിന്നെയും നിർത്തിയിട്ടോ. കാരണം അതിനുള്ള വഴിയൊന്നും നമുക്കില്ല, അതിന് മാത്രം ആൾക്കാരില്ല മക്കളെ നോക്കാനായിട്ട് വീട്ടിൽ. അപ്പോൾ അതും നടന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഞാൻ തീരെ മറക്കില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നപ്പോൾ പിന്നെ ഞാനും അമ്മയും മാത്രമുള്ള ഒരു ദിവസം. അച്ഛൻ ഉണ്ട്, പക്ഷെ അച്ഛൻ കുട്ടികളൊന്നും എടുക്കില്ല, അവർ തീരെ വെയിറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ എടുക്കാൻ അച്ഛന് ഭയങ്കര, ഇപ്പോഴാണ് മക്കളെയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഒരു ദിവസം ഒരു ഭയങ്കര വാശി, ഒരു മനുഷ്യല്ല. അതുകൊണ്ട് ഞാനും അമ്മയും വട്ടം കറങ്ങി പറയാലോ അന്ന്. അപ്പോൾ അവർ വൈകുന്നേരം ആയപ്പോൾ മുതൽ ഭയങ്കര കരച്ചിൽ കേട്ടോ. എന്ത് കാട്ടി നമ്മൾ പാല് കൊടുത്തിട്ട് ഇത് പിഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷെ അവർ കരച്ചിൽ നിർത്തണില്ല. നമ്മളിങ്ങനെ സമയം പോകണം, 10 മണിയായി 11 മണിയായി, എന്നിട്ടും അവർ കരച്ചിൽ നിർത്തണില്ല. ഉറങ്ങണില്ല, പക്ഷെ ഉറങ്ങിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, മക്കളിങ്ങനെ കരയുമ്പോൾ നമുക്കൊരു ഇടങ്ങാറല്ലേ, കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരാൾ കരഞ്ഞാൽ അടുത്ത ആൾ കരയും, അത് കേൾക്കുമ്പോൾ മറ്റാൾ കരയും, അങ്ങനെ. അപ്പോൾ നേരം കൊടുക്കോളും അന്ന് അവർ കരഞ്ഞു. അതിൽ നമുക്ക് എൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് അമ്മേൻ്റെ കാര്യം. അമ്മയ്ക്ക് തീരെ ഉറക്കമല്ല. അപ്പം അമ്മ ഇരുന്ന് ഞാൻ എന്താ ഒരു തേങ്ങൽ കേൾക്കണ പോലെ നോക്കിയപ്പോൾ അമ്മ നല്ല കരച്ചിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ആകെ ചടച്ചിടണു എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആരോഗ്യം കൊണ്ട് വെക്കില്ല. ഒന്നാമത് ഹോസ്പിറ്റലിൽ നമ്മൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അമ്മ എൻ്റെ കൂടെ നടക്കണം, അമ്മയ്ക്ക് മക്കളെ കാര്യം നോക്കണം, എല്ലാം കൂടി ആകുമ്പോൾ അമ്മയെ ക്ഷീണിച്ചു. അപ്പോൾ പിന്നെ അമ്മയ്ക്കും എൻ്റെ അതേ അവസ്ഥയായി. അമ്മ ഇരുന്ന് കരയാണ്. ഞാൻ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മക്കളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അന്ന്. അപ്പം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഇത് ഞാൻ പറയാം കേട്ടോ. നമുക്ക് ഏതൊക്കെ വലിയ വിഷമഘട്ടത്തിൽ കൂടെ പോയാലും നമുക്ക് ആകെ വേണ്ട എന്താ അറിയോ, ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടൻ എന്തെങ്കിലും ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് അതിനെക്കുറിച്ച് സമാധാനത്തിൽ സംസാരിച്ചാൽ എനിക്കപ്പം ഞാൻ ഭയങ്കര ഫ്രീ ആവും കേട്ടോ. അപ്പം ഏട്ടൻ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി ഭയങ്കര പ്രശ്നമായിരിക്കുന്ന സമയമായതുകൊണ്ട് ഏട്ടൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഇത് ഉണ്ടായില്ല. അപ്പം എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഏട്ടനോടും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരവസ്ഥ. അപ്പം നമുക്ക് ആകെ വേണ്ട എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഏത് അവസ്ഥ വന്നാലും അത് കുഴപ്പമില്ല എന്നുള്ളത് പറഞ്ഞ ഒരാൾ കൂടെ നിൽക്കാണ്ടെങ്കിൽ നമുക്ക് മക്കളെ ഇതാക്കാനോ ഒന്നും നമുക്ക് തോന്നില്ല. ചില ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ കേൾക്കാണ്ട് മക്കൾ അങ്ങനെ ചെയ്തു അങ്ങനത്തെ ഒക്കെ അവസ്ഥ ഇല്ലാണ്ടാവണമെങ്കിൽ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കണം.
അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇവരുടെ ഇപ്പോഴത്തെ മക്കൾ വലുതായി, ഇപ്പോൾ ഇവർ കൂടുതൽ കുറുമ്പാണ് കേട്ടോ. ഒന്നാമത് ഞാൻ പറയാം, അവരെ റൂമിൽ ഇങ്ങനെ അടച്ചിടുന്ന ഒരു അവസ്ഥയല്ലേ. കാരണം നടക്കാനായി കഴിഞ്ഞാൽ നമുക്ക് പുറത്തു കൂടെ കൊണ്ടുപോകാം അവരെ, പക്ഷെ ഇപ്പോൾ ഒന്നിനും ആയിട്ടില്ല. ഇപ്പോൾ ഒരാളാണ് നടക്കുന്നത്, അവൻ തപ്പി തടഞ്ഞ, എന്നാലും ഒരു നടത്തം നടക്കുമ്പോഴേക്കും ഒരു 10 വട്ടം വീഴും, അങ്ങനത്തെ നടത്താണ് നടക്കുക. അപ്പോൾ പിന്നെ ഒന്നിനും ആവാത്തൊരു പ്രായമാണ്, ഭയങ്കര കുറുമ്പിൻ്റെ ഒരു സമയം. ഒന്നാമത് നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ട് എന്തായിരിക്കും അവസ്ഥ, സെയിം തന്നെയല്ല അവർക്കും ഉള്ളത്. അപ്പോൾ അവർക്ക് ഭയങ്കര വാശിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സമയം നമ്മൾ ഒന്നിനും വിടില്ല. ഈ ഉറങ്ങണ സമയം മാത്രമാണ് അതും കുറച്ച് സമയം ഉറങ്ങുള്ളൂ. അപ്പോൾ മാത്രം ചില ദിവസം 2 ആൾ ഉറങ്ങിയിട്ട് ഒരാൾ ഉറങ്ങാണ്ടിരിക്കും നമുക്ക് പണി തരാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ അവസ്ഥയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്വഭാവം പറയട്ടെ, ഞാൻ ഇങ്ങനെ പിച്ചുമ്പേയും പറഞ്ഞോണ്ടേ ഇരിക്കും. അപ്പോൾ അതാരും കേട്ടില്ല എന്ന് വെക്കുക, അതായിരിക്കും ഞാൻ എപ്പോഴും പറയും, ഞാൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നിങ്ങൾ ആരും മൈൻഡ് ചെയ്യണ്ട. അതായത് അവരല്ല പറയണേ, ഞാൻ എന്തെങ്കിലും ദേഷ്യം വരുന്ന സമയമാണ് ഇവരിൻ്റെ വട്ട് പിടിപ്പിക്കും, ഞാനിങ്ങനെ പുറു പറഞ്ഞുകൊണ്ടിരിക്കും. അതപ്പം കഴിയും, അത്രയേ ഉള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഒരു ഇത് കേട്ടോ. ഈ ചില സമയത്ത് അങ്ങേയറ്റം വട്ട് പിടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം എന്താ ചെയ്യുക, വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റായി പോവുക. പക്ഷേ ഈ പറഞ്ഞ പോലെ അപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയി എടുക്കാണ്ടിരിക്കുക, അതാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മളപ്പത്തെ ഒരു വിഷമം കൊണ്ടായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പം അത് സീരിയസ് ആക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നവുമില്ല. ഇപ്പം എനിക്കുള്ളൊരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ, മാസത്തിലെ എല്ലാ പെണ്ണുങ്ങൾക്ക് വരുന്ന പോലെ പീരിയഡ്സ് വരുന്നത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര പെയിനാണ് ആ ഒരു സമയത്തെങ്കിലും. അതാണ് നമുക്ക് ഇപ്പോൾ ദൈവം സഹായിച്ചിട്ട് മക്കളായ ശേഷം എനിക്കങ്ങനെ കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞു, റെസ്റ്റ് എടുക്കാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്, ഇടുപ്പൊക്കെ ഭയങ്കര വേദനയും എന്നാലും നമ്മളതുമായിട്ട് അഡ്ജസ്റ്റ് ആയി. ഇപ്പോൾ അങ്ങനത്തെ വേദനകളൊന്നും നമുക്കങ്ങനെ മൈൻഡ് ചെയ്യാൻ തോന്നാറില്ല കേട്ടോ. അപ്പോൾ ചെറിയ തലവേദന വരിക, അപ്പം തന്നെ ഞാൻ എന്തെങ്കിലും മരുന്നെടുത്ത് കഴിച്ച് ഞാനത് മാറ്റും. എന്താ വെച്ചാൽ ആരടുത്തും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഈ ചെറിയ അസുഖം വരുന്നത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അതാണ് നല്ലത്. അപ്പം ഇപ്പം എന്തെങ്കിലും പനി വരുന്നുണ്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം എന്തെങ്കിലും മരുന്നെടുത്ത് കുടിക്കാതെ അങ്ങനെ മൈൻഡ് ആക്കാറില്ല. അപ്പോൾ ഈ മാസത്തിൽ വരുന്നൊരു സംഭവം എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഒരു സമയത്താണ് അധികം കരഞ്ഞിട്ടുണ്ട്. ഓരോ മാസത്തിൽ അത് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവരെടുക്കാൻ വയ്ക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇടുപ്പും കാര്യങ്ങളൊക്കെ നല്ല വേദന, വയറും കാര്യങ്ങളും നല്ല വേദന ഉണ്ടാവും. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കുറച്ച് ടെൻഷൻ തന്നെയാണ് കേട്ടോ. അതൊന്ന് കടന്ന് പോണ വരെ നമുക്ക് ടെൻഷനാണ് ആ സമയം ആയിക്കഴിഞ്ഞാൽ. അപ്പം ഇവരെടുക്കാൻ കഴിയില്ല. ഇവർക്കാണെങ്കിൽ എനിക്ക് അങ്ങനെ വരുന്ന സമയം നോക്കി ഭയങ്കര വാശിയായിരിക്കും. അപ്പം എത്ര വെച്ചിട്ടാണ് നമ്മൾ ഒരാളോട് പറയുക. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അമ്മേനോട് പറയുക, അമ്മയ്ക്ക് ഇപ്പം എന്താ ചെയ്യാൻ പറ്റും, എൻ്റെ വേദന എടുത്ത് പിടിക്കാൻ പറ്റില്ലല്ലോ. അവിടെ ആണെങ്കിൽ അവിടുത്തെ അമ്മ, അപ്പം അതിന് പറ്റില്ല. അപ്പം ആ ഒരു സമയം കടന്നു പോകും. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോഴാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പം ഏട്ടണ്ടായിട്ട് എന്താ കാര്യം, ഒരു കാര്യമല്ല. അപ്പം നമ്മുടെ വേദന നമുക്കാണ്. അപ്പം അങ്ങനത്തെയൊക്കെ സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഈ പറഞ്ഞ പോലെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത് പെണ്ണുങ്ങൾക്ക് മാത്രം വരുന്നതല്ല കേട്ടോ. അങ്ങനെ ഒരു സാഹചര്യം കുട്ടികളുണ്ടായ പെണ്ണുങ്ങൾക്ക് മാത്രം വരുന്നതല്ല ഞാൻ പറഞ്ഞത്, ആണുങ്ങൾക്കും സെയിം സംഭവം ഉണ്ടാവും. കാരണം അവരുടെ ജോലിയിൽ ഇപ്പം എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഏട്ടൻ്റെ കാര്യം വെച്ചിട്ട് എനിക്ക് മനസ്സിലായതാണ്. ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം വരും, നമ്മൾ ഫിനാൻഷ്യലി ഇപ്പോൾ ഏട്ടൻ്റെ ലൈഫ്, എൻ്റെ ലൈഫ് ചേഞ്ച് ആയ പോലെ തന്നെ ഏട്ടൻ്റെ ലൈഫ് ചേഞ്ച് ആയി. ഒറ്റയടിക്ക് 3 ആൾ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ വരും, നമ്മൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ആയി ഇങ്ങനെ പോണ ഒരു സമയമായിരിക്കും. നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ അത്ര വലിയ ജോലിയും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോണ സമയത്ത് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഏട്ടൻ്റെ ലൈഫിൽ എന്തുണ്ടായത്, 3 പേര് ഒരുമിച്ച് വന്നു. അപ്പോൾ നമ്മുടെ ചിലവ് അത്രയും കൂടുകയാണ്. അപ്പോൾ ഒന്നാമത് വെയിറ്റ് ലോസ് ഉള്ള കുട്ടികളും കൂടി ആകുമ്പോൾ പറയും വേണ്ട. അപ്പോൾ അത് ഏട്ടൻ്റെ സാഹചര്യം സെയിം തന്നെയാണ്. അതുപോലെ പെണ്ണുങ്ങൾക്ക് മാത്രം വരുന്നല്ല പറഞ്ഞത്, സെയിം ആയിട്ട് ആണുങ്ങൾക്കും വരുന്ന കാര്യം. അപ്പോൾ എന്ത് ചെയ്യണം, പെണ്ണുങ്ങൾ ഭാര്യമാരായിക്കോട്ടെ അമ്മമാരായിക്കോട്ടെ അവരെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ സമാധാനിപ്പിക്കുക. അത് ശരിയാവുന്നൊരു വാക്ക് പറയുക. ഏട്ടൻ്റെ കാര്യം സെയിം തന്നെയാണ്. ഞാൻ വെറുതെ ഏട്ടനോട് പറയാം, ഏട്ടാ അത് ശരിയാവും, അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടന് ഭയങ്കര സമാധാനമാണ്. അപ്പോൾ അത് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്ക് സെയിം ആയിട്ട് തന്നെയാണ്. അപ്പോൾ എന്താ, പരസ്പരം മനസ്സിലാക്കിയിട്ട് കൂടെ നിന്നാൽ അത് തീരും, അത്ര തന്നെ. അപ്പോൾ എനിക്കിപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ എന്താ പറയുക വെച്ചാൽ, ഒരമ്മ എന്നല്ല, അമ്മായിയമ്മ എന്നല്ല, ഹസ്ബൻഡ് എന്നല്ല, ആരായിക്കോട്ടെ, നമ്മളൊരു ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മക്കളുള്ള ഒരമ്മ, കുഞ്ഞു മക്കളുള്ള ഒരമ്മ, അവർക്ക് വയ്യാന്നുള്ള സമയത്ത് അത് കണ്ടു നിൽക്കുന്ന ആൾ വിചാരിക്കുക അവളുടെ കുട്ടിയല്ലേ, അവൾ നോക്കട്ടെ, അതിനെന്താ അങ്ങനത്തെ ഒരു മൈൻഡ് വെക്കാണ്ടിരിക്കുക. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. നമുക്ക് വയ്യെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ആയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ, മനുഷ്യന്മാരല്ലേ എല്ലായ്പ്പോഴും ഒരുപോലെ ആവില്ല. അപ്പോൾ ആ
ആ ഒരു സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ഒരു സമാധാനം കുറ്റപ്പെടുത്താണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമ്മളെ കൂടെ നിന്നില്ല അങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ നമ്മളെ വെറുതെ വേണ്ടിക്കും കുറ്റപ്പെടുത്താണ്ടിരിക്കുക. അതാണ് ഏറ്റവും വലിയൊരു ഉപകാരമുള്ള കാര്യം. അപ്പം ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു, ഹസ്ബൻഡ് കുഴപ്പമില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇങ്ങനെ സ്മൂത്തായി പോണു. അപ്പം ഏട്ടൻ വലിയ കുഴപ്പമില്ല, ഇനിയിപ്പം അങ്ങടെ എന്താണെന്നുള്ളത് എനിക്കറിയില്ലേ. ഇപ്പം എന്തായാലും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് മക്കളൊരു ഏട്ടനല്ല കേട്ടോ, അപ്പോൾ അവിടുത്തെ അമ്മയായിക്കോട്ടെ ഇവിടുത്തെ അമ്മയായിക്കോട്ടെ, ഇവിടെ എൻ്റെ ഏട്ടൻ്റെ വൈഫുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മക്കളെ നോക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നത്. ഞാനൊരാൾ വിചാരിച്ചാൽ പറ്റില്ല, കാരണം എത്ര നേരം ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഒരുമിച്ച് 3 ആളെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പോണത്. അതിനിപ്പോൾ 3 കുട്ടികൾ വേണമെന്നില്ല, ഒരാളായിക്കോട്ടെ, അവർക്കും ഇത് തന്നെയാണ് കേട്ടോ ആവശ്യം. അപ്പോൾ അതാണ് പറയാനുള്ളത്, വെറുതെ കുറ്റപ്പെടുത്താണ്ടിരിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ കുറേ പ്രോബ്ലങ്ങൾ ഒഴിവാകും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പറയാം, എൻ്റെ ലൈഫിൽ തോന്നിയ കാര്യങ്ങളാട്ടോ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.